ലോകം ഒരു കോമഡിയായി മുന്നോട്ട് പോവുകയാണെന്ന് തോന്നിപ്പോവാണ്. ഈ ട്രംപിൻ്റെ വാക്കുകളും അതിൻ്റെ പ്രതികാരമായിട്ട് ഇറാൻ പറയുന്നതൊക്കെ മനസ്സിലാക്കുമ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ആളുകളൊക്കെയും അതിനെ കൊട്ടിഘോഷിക്കുന്നുണ്ട്. എല്ലാവരും എന്ന് പറയുമ്പോൾ അത്ര കണ്ടിട്ട് പറയാൻ കഴിയില്ല. എങ്കിലും ചിലരൊക്കെ അമേരിക്കയുടെ എത്ര വലിയ 500% ടാക്സ് തന്നാലും ശരി, ഞങ്ങൾ അമേരിക്കയോടൊപ്പമാണെന്ന് ബ്ലൈൻഡായിട്ട് പറയുന്ന ആളുകൾ ഈ സംഭവം വല്ലാതെ അങ്ങോട്ട് കൊട്ടിഘോഷിച്ചു. ട്രംപ് പറഞ്ഞതുകൊണ്ടാണ് 800 ആളുകളെ തൂക്കിക്കൊല്ലാതെ മുന്നോട്ട് പോയത് എന്ന് വിചാരണ ചെയ്യാതെ മുന്നോട്ട് പോയത്. വെറുതും അസംബന്ധമായിട്ടുള്ള കാര്യമാണ് ട്രംപ് പറയുന്നത്. അതിനെ കൂട്ടുപിടിച്ച് തുള്ളാൻ കുറേ ആളുകളും. സത്യത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് ഇപ്പോൾ നോക്കാം. അതിനു മുമ്പായിട്ട് പറ്റാവുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം മറ്റൊന്നല്ല, ഇത്തരം കാര്യങ്ങൾ പറയുന്ന ചില ആളുകൾക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്നില്ല, അഥവാ ആ ലെവലിലുള്ള കാര്യങ്ങൾ നമുക്ക് ചാനലിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊന്ന് ഹൈജാക്ക് ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇതല്ല ഇതിൻ്റെ ഈ കാര്യം അദ്ദേഹം പറയുന്നത് വീഡിയോ ആയിട്ട് കാണുന്നില്ല, ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ്. ആ പ്രസ്താവന ഒന്ന് വായിക്കാം. ട്രംപ് പറയുന്ന രീതിയാണ് 800 വരുന്ന ആളുകളെ തൂക്കിക്കൊല്ലാൻ ഞാൻ പറഞ്ഞതുകൊണ്ട് നിർത്തിവെച്ചു, ഇറാൻ ഭരണകൂടം നിർത്തിവെച്ചു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ ഇറാൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വേറുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. ട്രംപ് അസംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 800 വധശിക്ഷകൾ നടപ്പാക്കിയെന്ന ആശയം അടിസ്ഥാനരഹിതമാണ്. ഞങ്ങളുടെ നിരവധി കേസുകളും കുറ്റപത്രങ്ങളും തുടരുകയും അതിൻ്റെ ഭാഗമായി വരുന്ന വിധിന്യായ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുകയും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുകയും ചെയ്യാൻ രാജ്യം പ്രാപ്തമാണ് എന്ന് ടെഹ്റാൻ ചീഫ് പ്രോസിക്യൂട്ടർ അലി സലേഹി എന്ന് പറയുന്ന ആൾ പറയുകയാണ്. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ട്രംപിൻ്റെ വാക്ക് കേട്ടിട്ട് 800 ആളുകളെ ഒന്നും ചെയ്തില്ല, വിചാരണക്ക് പോലും വിധേയമാക്കാതെ വാലും ചുരുട്ടി ഇറാൻ മാളത്തിൽ ഒളിച്ചു എന്നൊക്കെയല്ലേ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. സത്യത്തിൽ ഈ മാധ്യമങ്ങൾ മാത്രം കാണുന്ന ആളുകളോട് വളരെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ കണ്ണ് തുറന്ന് ഈ ഇറാൻ്റെ വാർത്തകൾ കൂടി കേൾക്കണം, കാണണം. അതിന് വലിയ ചിലവൊന്നുമില്ല. നിങ്ങൾ ഈ സ്ക്രീനിൽ ഒന്ന് തൊട്ടിട്ട് ഇറാൻ ന്യൂസ് അല്ലെങ്കിൽ ഇറാൻ TV അല്ലെങ്കിൽ ഇറാൻ പ്രസ് TV എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചാനലുകൾ അവരുടെ പല പ്രവിശ്യകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ വേറെ ചാനലാണ്, അതേപോലെ തമിഴ്നാട്ടിന് വേറെ ചാനലാണ്, അതുപോലെ പ്രവിശ്യകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള ചാനൽ വാർത്തകളൊക്കെ ഒന്ന് കേൾക്കുക. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? എങ്ങനെ 500% ഇന്ത്യക്കെതിരെ ആ ടാക്സ് ചാർത്തി തന്നാലും നമുക്ക് വേണ്ടപ്പെട്ടവൻ ട്രംപൻ എന്നാണെന്ന് പറയുമ്പോൾ അവരൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. 500% അടിക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ വിഹിതം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. എന്നിട്ടും സമാധാനത്തോടെ പറയുകയാണ് ട്രംപ് സമാധാനമാണ്, അമേരിക്ക ഉള്ളത് കൊണ്ടാണ് ലോകം ഇങ്ങനെ നിൽക്കുന്നത്. ഈ ഇറാനാകട്ടെ അവരുടെ ഉപരോധങ്ങളൊക്കെ 40 കൊല്ലമായിട്ട് അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കുകയാണ്. അവിടെ അരിയില്ല, അവിടെ മണ്ണെണ്ണയില്ല എന്നൊക്കെ പറയുന്ന ആളുകളോട് ചോദിക്കട്ടെ, ആരാ അവിടെ അക്കോലത്തിലാക്കി വെച്ചത്? ഈ ട്രംപിൻ്റെ മുൻഗാമികളായിരുന്നില്ലേ? അതെന്താ നമ്മളൊന്നും പറയാതെ പോകുന്നത്? ഇപ്പോൾ അവസാനം പറയാണ് അവിടെ അരിയില്ല, എല്ലാവരും പട്ടിണിയിലാണ്, വെള്ളമില്ല, എല്ലാവരും പാവങ്ങൾ ദാഹിച്ച് വലയുകയാണ്. ആരാ കോലത്തിൽ ആ രാജ്യത്ത് കൊണ്ടുപോയത്? ലോക ഫ്രോഡായിട്ടുള്ള കടൽ കൊള്ളക്കാരനായിട്ടുള്ള അമേരിക്കയും അവൻ്റെ സിൽബന്തികളാണെന്നുള്ളത് തുറന്നു പറയുന്നതും വാർത്തകളിൽ അടിസ്ഥാനവുമായിട്ടുള്ള കാര്യമല്ലേ? നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. ലോകത്ത് എല്ലാ അർത്ഥത്തിലും എവിടെയൊക്കെ ക്രൂഡ് ഓയിലുണ്ടോ അവിടെയൊക്കെ നമ്മുടെ ക്യാഷിൽ കൈകാര്യം ചെയ്യണം, എന്ന് പറഞ്ഞാൽ ഡോളറിൽ കൈകാര്യം ചെയ്യണം. അങ്ങനെ ചെയ്യാത്ത ആളുകളൊക്കെ നമ്മുടെ വരുതി കൊണ്ടുപോയിട്ട് അതങ്ങനെ നമ്മളങ്ങ് കൈകാര്യം ചെയ്ത് വെക്കും. അതാണ് വെനിസ്വേല കണ്ടത്. അത് അടുത്തത് ഗ്രീൻലൻഡിൻ്റെ കാര്യം വളരെ തമാശയാണ്. ഡെൻമാർക്കിനോട് പറഞ്ഞു, നിങ്ങളുടെ മേലിൽ 25% ഞങ്ങൾ ടാക്സ് കൊണ്ടുവരാൻ പോവുകയാണ്, അല്ല ഗ്രീൻലൻഡിനെ ഞങ്ങൾക്ക് വിൽക്കണം, അല്ലെങ്കിൽ ഈ രീതിക്ക് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നിട്ടും നല്ല രീതിക്കാണ് ഈ ട്രംപിനെ വിശേഷിപ്പിക്കുന്നത്. എന്തൊരു അപഹാസ്യതയാണല്ലേ! ലോകത്ത് അസമാധാനത്തിൻ്റെ വിത്തുകൾ തികച്ച എല്ലാ ഭാഗത്തും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് ഈ ട്രംപിൻ്റെ ആളുകൾ തന്നെയാണ്. എന്നിട്ട് അമേരിക്കയും ട്രംപിനും ഒക്കെ നല്ല ശുദ്ധവെള്ളത്തിലും പാവങ്ങളായിട്ടുള്ള വെനിസ്വേലക്കാരും അതുപോലെ ഗ്രീൻലാൻഡുകാരൊക്കെ വളരെ നല്ല ഭയങ്കരമായിട്ടുള്ള ക്രൂരത ചെയ്തവരും. ഒന്ന് ഓർക്കുക, ഇന്ത്യക്കെതിരെ ഒരു യുദ്ധം ട്രംപ് അങ്ങ് പ്രഖ്യാപിച്ചുകൂടാ എന്നൊന്നും നമുക്കൊരു പിടിയില്ല. കാരണം എന്താ, ട്രംപ് എപ്പോഴും ഇന്ത്യക്കെതിരെ കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? റഷ്യൻ്റെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല. നമ്മളതിന് ചിലപ്പം എസ് മൂളിക്കൊണ്ട് അണ്ണം പറയും പോലെയൊക്കെ കേൾക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ട്രംപ് ഇന്ത്യ എന്നല്ല ഏത് രാജ്യത്തോടും
ആയുധ കച്ചവടം നടത്താൻ സ്കോപ്പുണ്ടോ എങ്കിൽ നമുക്കെതിരെയും നിൽക്കും, യാതൊരു സംശയമില്ല. എന്താണെങ്കിലും ഇറാൻ അങ്ങേയറ്റം പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ് ട്രംപിൻ്റെ വലിയ ഭീഷണികൾ. അദ്ദേഹം പറയുന്ന ഒരു മീഡിയ പ്രവർത്തകൻ്റെ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നുണ്ട്, 800ഓളം ഹാങ്ങിങ് ഞാൻ തടഞ്ഞു വെച്ചു. ഹാങ്ങിങ് മീൻസ് തൂക്കിലേറ്റൽ ഞാൻ തടഞ്ഞു വെച്ചു, അതെനിക്ക് തോന്നിയതാണ്, വേറെ ആരുടെ വാക്കുകളില്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട്, സൗദി, ഒമാൻ, ഖത്തർ നിങ്ങൾ ഇടപെട്ടിട്ടില്ലേ? റഷ്യ ഇടപെട്ടിട്ടില്ലേ? അദ്ദേഹം പറയുന്നു എനിബഡി എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ആരും ഇടപെട്ടിട്ടില്ല, ഞാൻ സ്വന്തമായിട്ട് എൻ്റെതായ തോന്നലുകൾ ഞാൻ അങ്ങനെ നടപ്പിലാക്കുന്നു. അതിനാരൊക്കെയോ എനിക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്ന് പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ മനസ്സിലാക്കാം. പുട്ടിനെ വലിയ ആളാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചില ചാനലുകളൊക്കെ. പുട്ടിൻ പറഞ്ഞതുകൊണ്ടാണ്. ട്രംപെന്നെ പറഞ്ഞു, ആരും പറഞ്ഞിട്ടില്ല, ഞാൻ സ്വന്തമായി തീരുമാനിച്ചത്. പക്ഷേ അയാളുടെ വാക്കും പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഇറാൻ്റെ ടെഹ്റാൻ ചീഫ് പ്രോസിക്യൂട്ടർ അലി സലഹി പറഞ്ഞു, ആരുടെ വാക്കുകളും ഞങ്ങളിപ്പോൾ മുഖവിലക്കെടുക്കുന്നില്ല. ഞങ്ങളുടേതായ തീരുമാനങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ന്യായാധിപന്മാർ നിർണ്ണയിക്കും, അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. ഇനി യുദ്ധത്തിനോ എങ്കിൽ അവർ നേരത്തെ ഒരുങ്ങിയതാണ്, ഞങ്ങളും നേരത്തെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. യുദ്ധമായിട്ട് മുന്നോട്ട് പോകാനാണോ അങ്ങനെ പോകാം, അല്ലാതെ ആരെയും പേടിച്ച് ഒരാളങ്ങോട്ട് വിരട്ടുമ്പോഴേക്ക് മാളത്ത് പോയി ഒളിച്ചിട്ട് എല്ലാം അങ്ങനെ ആവേ എന്നൊന്നും പറയാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് തൻ്റെ അടുത്തോടു കൂടെ ലോകത്ത് വിളിച്ചു പറയാൻ അയാളാണ് ആയത്തുള്ള ഖാംനൈ. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ്. അവിടെ പട്ടിണികളൊക്കെ ഉണ്ടായേക്കാം. ഇറാനിലിപ്പം പട്ടിണികളുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നതാണല്ലോ നിങ്ങൾ ഏറ്റവും വലിയ സങ്കടം. ന്യായീകരിക്കുന്ന ഒരുപാട് കമൻറ്റുകൾ കണ്ടു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ത്യയിൽ എത്ര പട്ടിണിയുണ്ട്? ലോകത്തെ ഏറ്റവും നല്ല ജനാധിപത്യ രാഷ്ട്രമാണെന്നറിയപ്പെടുന്ന നമ്മുടെ ഇന്ത്യയിൽ എത്ര കോടി ജനങ്ങൾ പട്ടിണിയിലാണെന്ന് ഒന്ന് കണക്കെടുത്ത് നോക്കി അറിയാലോ. എന്തിനാ പിന്നെ ഇറാൻ്റെ പിന്നാലെ പോകുന്നത്? ആരാ ഇറാൻ്റെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ? അമേരിക്കയാണ്. നമുക്കൊരു ഉപരോധമോ കാര്യമില്ലല്ലോ, എന്നിട്ടും പട്ടിണിയിലല്ലേ. അപ്പോൾ സ്വന്തം കാര്യം മറന്നുകൊണ്ട് ഏതോ ഒരു അർത്ഥതലത്തിൽ ഒരു ആംഗിളിൽ വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഇറാനെ അദമ്യമായിട്ട് നിങ്ങൾ അങ്ങനെ പുച്ഛിത് തള്ളണ്ട. അവർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട്, ന്യായാധിപന്മാരുണ്ട്, ഭരണഘടനയുണ്ട്, അവരനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ട്രംപിനടക്കം പിടിച്ചു കെട്ടാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കാം. സത്യം നിങ്ങൾ പറയുന്ന ഡാഷ് എന്ന് പറയുന്ന രീതിക്കൊരു പൊട്ടൻസ് കൂട്ടി പറയാറില്ലേ, സന്തോഷത്തോടുകൂടെ പറയാൻ ആഗ്രഹിക്കുക. നിങ്ങൾക്ക് വിശാല ബുദ്ധി തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ലോകത്ത് ഇത്രമേൽ ടാക്സ് ട്രംപിൻ്റെ മുമ്പേ ഇന്ത്യ സഹിക്കേണ്ടി വന്നിട്ടില്ല. അവിടെയുള്ള തുറമുഖം വിട്ടുകൊടുക്കേണ്ടി വന്ന ഇന്ത്യയുടെ എത്രായിരം കോടിയാണ് നമുക്ക് വെറുതെ പോയി പോകുന്നത്. അതിനൊന്നും പറയാനില്ല. കാരണം ഇറാനിലെ ഒരു തുറമുഖം ഇന്ത്യൻ്റെ 20,000 കോടിയോ ചില്ലറ, അത് കറക്റ്റായിട്ട് ഓർമ്മയില്ല, എന്താണെങ്കിലും വലിയൊരു എമൗണ്ടാണ് അവിടെ മുടക്കിയ തുറമുഖം ഉണ്ടാക്കിയത്. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താ? ഒന്ന് പഠിക്കണം നിങ്ങൾ. എന്നിട്ട് ഇറാനെ അല്ലെ പറയുന്ന എല്ലാ ആളുകളെയും കുറ്റപ്പെടുത്താൻ നിങ്ങൾ വരണം. വിശാലമായി പഠിക്കുക, വേറെ മാർഗമൊന്നുമില്ല. അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ നന്നാവുക. ഈ വിദ്യാഭ്യാസം കൂടുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു അച്ചടക്കവും നമുക്ക് കിട്ടും. അതുകൊണ്ട് ട്രംപ് പറഞ്ഞതുകൊണ്ടൊന്നും ഇറാനിലൊന്നും നടക്കാൻ പോകുന്നില്ല. ഇറാൻ വിചാരിച്ചത് ചെയ്യുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതങ്ങനെ തന്നെ അതിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ചീഫ് പ്രോസിക്യൂട്ടർ തന്നെ ലോകത്തിന് മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ എഴുതി മെഴുകുക എന്നല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.